വൈകാരികമായി ഒരു തട്ടിപ്പിന്റെ കളവിന്റെ കഥ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ഇടതുപക്ഷക്കാർ ശബരിമല കൊള്ളയടിക്കാൻ പോകുന്നേ എന്ന ഒരു ഭയാശങ്കയോടുകൂടിയ പ്രചാരവേലയാണ് അഴിച്ചുവിട്ടത്. അപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 2 പേർക്ക് CPM ബന്ധം, അതാണ് പ്രചരണം. 4 പേർക്ക് കോൺഗ്രസ് ബന്ധമുണ്ട്, അത് മിണ്ടുന്നില്ല. CPM ബന്ധം മാത്രമേ മിണ്ടുന്നുള്ളൂ. അതിനെ സഹായിക്കാൻ ചില മാധ്യമങ്ങളും രംഗത്ത് വന്നു. ശബരിമലയെ ഇവർ തകർക്കാൻ പോകുന്നു എന്ന നിലയിലാണ് പ്രചരണം. സത്യത്തിൽ ശബരിമലയാക്കിയത് നമ്മളാണ്, ഇടതുപക്ഷമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെയോ പ്രതിപക്ഷത്തെ മറ്റേതെങ്കിലും നേതാക്കന്മാരുടെയോ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസംഗങ്ങളിൽ എവിടെയെങ്കിലും വികസനത്തെക്കുറിച്ചോ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചോ ഒരു വാക്ക് സംസാരിച്ചതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. LDFനെ വിമർശിക്കാൻ പോലും നാടിന്റെ വികസനത്തെക്കുറിച്ചോ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ക്ഷേമ പദ്ധതികളെ കുറിച്ചോ ഒരു ചർച്ചയും അവർ നടത്തിയില്ല. പകരം തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം UDF ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി, കട്ടിള, കളവ്, തട്ടിപ്പ്, അതാണ്. പ്രസംഗം, മുദ്രാവാക്യം, പാരടിപ്പാട്ട് എല്ലാം ശബരിമല, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കോൺഗ്രസ് ശബരിമല എന്ന അധ്യായം അടച്ചു വെച്ചു. പക്ഷേ ഈ അന്വേഷണം പൂർത്തിയാകുമ്പോഴേക്ക് ജനങ്ങളുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരിക കോൺഗ്രസിനായിരിക്കും, ഒരു സംശയവുമില്ല. അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരായുധം അത്രയേ ഉള്ളൂ, അതാണ്. ഗസ്റ്റ് ഹൗസ് മുതൽ വേദി വരെ മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ അനുവാദമുള്ളൂ. അത് സുരക്ഷാ കാരണം കൊണ്ടാണ്. ബാക്കിയുള്ളവരൊക്കെ നടന്നു പോകുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യാം. പക്ഷെ വയസ്സ് 89 89 വയസ്സുള്ള ഒരാള് ഇവിടെ നീ ദൂരം നടന്നു പോവാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രി കാറിലേക്ക് കയറുന്നു, അദ്ദേഹവും വന്നു കയറി. മനുഷ്യപ്പറ്റുള്ളവരാരെങ്കിലും പറയൂ, നിങ്ങൾ കാറിൽ കയറാൻ പാടില്ല, നിങ്ങൾ നടന്നു വന്നോളാം, അങ്ങനെ പറയൂ ഈ പ്രായത്തിലുള്ള ഒരാളോട്? ആരും, മനുഷ്യരായി പിറന്നവരാരും അങ്ങനെ പറയില്ല. അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എല്ലാത്തരം വർഗീയതയെയും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ വർഗീയവാദി MS കോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷം അദ്ദേഹത്തിന്റെ ചിത്രത്തിന് താഴെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ഗോൾവാൾക്കറെ കുറിച്ച് സ്തുതിഗീതം പ്രസംഗിച്ച് RSSന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ച ശേഷം ഈ വിമർശനം ഉയർന്നു വരുമ്പോ ഇതുവരെയും ഇന്നലെയും അദ്ദേഹം പറയാണ്, ഞാൻ ഒരു പുസ്തക പ്രകാശനത്തിന് പോയിന്ന്. അതല്ലല്ലോ ചോദിച്ചത്. ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ അപ്പുതായെന്നാണോ കേൾക്കുന്നത്? നിങ്ങൾ പുസ്തക പ്രകാശനത്തിന് പോയ കാര്യമല്ല ചോദിക്കുന്നത്, അത് വേറെ. P. പരമേശ്വരന്റെ പുസ്തക പ്രകാശനത്തിന് പോയി, അത് വേറെ. ഇത് ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ RSSന്റെ കേരള നേതൃത്വം ആലോചിച്ചുറപ്പിച്ച് ക്ഷണിച്ചത് VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെയാണ്. ആ ക്ഷണം നിങ്ങൾ സ്വീകരിച്ചു. ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് താഴെ വെച്ച നിലവിളക്ക് നിങ്ങൾ കൊളുത്തി. ഗോൾവാൾക്കറെ കുറിച്ച് വാദോരാതെ നിങ്ങൾ പുകഴ്ത്തി പ്രസംഗിച്ചു. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പുസ്തക പ്രകാശനത്തിന് പോയി എന്ന് പറഞ്ഞാൽ മതിയോ? ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും കോൺഗ്രസിനെ പലരും വിശേഷിപ്പിക്കുകയും കോൺഗ്രസ് അവകാശപ്പെടുകയും ചെയ്യുന്നത് ജനാധിപത്യ പ്രസ്ഥാനമെന്നാണ്. എന്നാൽ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട CPIM പ്രവർത്തകരിൽ ഏറിയ പങ്കും കൊലക്കത്തിക്കിരയായത് കോൺഗ്രസിൻ്റെ കൈകൊണ്ടാണ് എന്നതാണ് വസ്തുത. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം പ്രസംഗിക്കാനുള്ള ഒരു വാക്കു മാത്രമാണ്. വോട്ട് ചെയ്തതിന് രാഷ്ട്രീയ എതിരാളികളെ കൊന്നുകളയുന്ന നീചമായ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ അനുഭവമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കേരളത്തിൽ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 957 ഇവിടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു.
EMS മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആധുനിക കേരളമെന്ന മഹാസ്വപ്നത്തെ മുൻനിർത്തി കേരളത്തിൻ്റെ മഹത്തായ ജൈത്രയാത്രയുടെ ആദ്യത്തെ ചുവട് അന്ന് വയ്ക്കുന്നു. കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും വിദ്യാഭ്യാസ ബില്ലുമെല്ലാം ആധുനിക കേരളത്തിൻ്റെ അസ്ഥിവാരമായാണ് ഇന്നും പരിഗണിക്കപ്പെടുന്നത്. ഞാൻ ആ കാലഘട്ടത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ നടന്ന വിമോചന സമരവും വിമോചന സമരത്തെ തുടർന്ന് ഭരണഘടന ദുരുപയോഗം ചെയ്ത് നെഹ്റു ഗവൺമെൻറ് ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട നടപടി ഇതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. കേരളത്തിൻ്റെ ചരിത്രമാണ്. 59 EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട ശേഷം തിരഞ്ഞെടുപ്പ് നടന്നത് 1960 രണ്ടാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ്. 1960 രണ്ടാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ എല്ലാ പ്രതിലോമകാരികളും കൈകോർക്കുകയുണ്ടായി. വിമോചന സമരത്തെ തന്നെ RSS പിന്തുണച്ചിരുന്നു. ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു സമരത്തെ RSS പിന്തുണച്ചത് വിമോചന സമരത്തെയാണ്. അതിനുശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് 60 തിരഞ്ഞെടുപ്പ്. ആ 60 തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ മത്സരിച്ച EMSനെതിരായ സ്ഥാനാർത്ഥി ജനസംഘത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു. ഞാൻ ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കൂടുതൽ കടന്നു പോകുന്നില്ല. പറഞ്ഞു വന്നത് 60 തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ എല്ലാ പ്രതിലോമകാരികളും വർഗീയവാദികളും ഒരുമിച്ച് കൈകോർക്കുമ്പോഴും ഇവിടുത്തെ അടിസ്ഥാന വർഗം കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ വോട്ട് ചെയ്തേക്കും എന്ന ഭയാശങ്കകൾ കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് ഗൂണ്ടാ സംഘം കേരളത്തിൽ പരക്കെ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ വീടുകളിൽ ചെന്ന് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുകയല്ല, മറിച്ച് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന ഭീഷണി മുഴക്കുകയാണ് ചെയ്തത്. കാരണം സ്വന്തമായി ഒരു തുണ്ട് ഭൂമി ഒരു സ്വപ്നം മാത്രമായി നിൽക്കെ മരിച്ചാൽ മൃതശരീരം മറവ് ചെയ്യാൻ പോലും 6 അടി മണ്ണ് സ്വന്തമായിട്ടില്ലാത്ത ഒരു നിസ്വജനത, അടിമ ജീവിതം നയിച്ചവർ, അവരെ മണ്ണിൻ്റെ ഉടമകളാക്കി മാറ്റുന്നതിൻ്റെ ആദ്യ ചുവട് വെച്ച സർക്കാർ, കുടിയൊഴിപ്പിക്കൽ നിരോധന ബില്ലിന് നേതൃത്വം കൊടുത്ത സർക്കാർ, ആ സർക്കാരിനോടും പാർട്ടിയോടും പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, ഭൂരഹിതരായ ദരിദ്രർ, അവർക്കൊരു മമതയുണ്ടാവും എന്ന് മനസ്സിലാക്കി കോൺഗ്രസ് അന്ന് വീട് വീടാന്തരം കയറി നടത്തിയ ഭീഷണി വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. പോളിംഗ് ബൂത്തിലെത്തിയാൽ അരിവാളിന് വോട്ട് ചെയ്യും എന്ന് ഭയന്നാണത് പറഞ്ഞത്. ആ ഭീഷണിയെ അവഗണിച്ച് പലരും വോട്ട് ചെയ്തു. എന്നാൽ അങ്ങനെ വോട്ട് ചെയ്ത പലരും കേരളത്തിൽ കൊല്ലപ്പെട്ടു. കേരളത്തിൻ്റെ ചരിത്രം പറയുന്നവർ ബോധപൂർവം വിസ്മരിക്കുന്ന അത്തരം ചില ഏടുകളുണ്ട്. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ കോട്ടൂർ കുഞ്ഞുകുഞ്ഞിൻ്റെ രക്തസാക്ഷി ദിനമാണ്. 60 വോട്ട് ചെയ്തതിന് കോൺഗ്രസ് കുത്തിക്കൊന്നയാളാണ്. തൊട്ടടുത്ത ദിവസം ആലപ്പുഴയിൽ വെൺമണി ചാത്തൻ്റെ രക്തസാക്ഷി ദിനമാണ്. വോട്ട് ചെയ്തതിന് കോൺഗ്രസ് കുത്തിക്കൊന്നതാണ്. നീലിമംഗലം ദാമോദരൻ, എത്രയെത്ര പേർ പാവപ്പെട്ട കർഷക തൊഴിലാളികളായ മനുഷ്യർ ഭരണഘടനാപരമായ ജനാധിപത്യാവകാശം വിനിയോഗിച്ചതിന്, വോട്ട് രേഖപ്പെടുത്തിയതിന് കൊന്നുകളഞ്ഞ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ കൊലക്കത്തിക്കിരയായാണ് അബ്ദുൾ റസാഖ് രക്തസാക്ഷിത്വം വരിച്ചത്. വോട്ട് ചെയ്താൽ, പണിമുടക്കിൽ പങ്കെടുത്താൽ, അവകാശ സമരങ്ങളിൽ അണിനിരന്നാൽ, രാഷ്ട്രീയ അഭിപ്രായം ധൈര്യപൂർവം പ്രകടിപ്പിച്ചാൽ കൊന്നുകളയും. അതായിരുന്നില്ലേ നിലപാട്? അങ്ങനെ എത്ര പേർ കൊല്ലപ്പെട്ടു? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എണ്ണിയാലൊടുങ്ങാത്ത ഗ്രാമങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചോര വീണാർദ്രമാകാത്ത ഒരു തരി മണ്ണ് കണ്ടെടുക്കാനാവില്ല. ആ കൊലയാളികളുടെ സംഘടനാ രൂപമായിരുന്നു കോൺഗ്രസ്. എത്രയെത്ര അനുഭവം നമുക്ക് പറയാനുണ്ട്. ഈ ജില്ലയിൽ തന്നെ എത്ര അനുഭവം. ഞാൻ ഓരോന്നും ഇവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല.
പിന്നീടൊരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിന്റെ കൊലയാളി സംഘത്തോടൊപ്പം RSSന്റെ ഗുണ്ടാ സംഘവും കൈകോർക്കുന്നത്. 1968 കേരളത്തിൽ ആദ്യമായി RSS ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്നത്. മാവൂർ ഗോളിയോറയൻസിലെ തൊഴിലാളിയായിരുന്ന CPIM ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് സുലൈമാനാണ് RSSന്റെ കൊലക്കത്തിക്കിരയായ ആദ്യത്തെ CPIM പ്രവർത്തകൻ. എന്നാൽ 68 വരെയുള്ള കാലം ഏകപക്ഷീയമായ കോൺഗ്രസ് കൊലപാതകങ്ങളുടെ കാലമായിരുന്നു. തുടർന്നിങ്ങോട്ട് കോൺഗ്രസും RSSും ലീഗുമെല്ലാം നമുക്കെതിരെ കൊലക്കത്തി ഉയർത്തി. അതിനെല്ലാം നേരിട്ടാണ് ഈ 2026 CPIM ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നേതൃസ്ഥാനത്ത് കേരളത്തിൽ നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു പണിമുടക്കിൽ അണിനിരന്നതിൻ്റെ പേരിൽ അരുംകൊല ചെയ്യപ്പെട്ട സഖാവ് അബ്ദുൾ റസാഖിൻ്റെ ഓർമ്മകളും നാം ഇന്ന് പുതുക്കുകയാണ്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ മഹാനായ പോരാളി സഖാവ് ബാലാനന്ദനും തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ സ്വന്തമെന്ന വാക്കുമറന്ന് അണിനിരന്നതിന് ജീവൻ ബലി നൽകേണ്ടി വന്ന അബ്ദുൾ റസാഖും രണ്ടുപേരുടെയും ഓർമ്മകൾ പുതുക്കുന്ന ദിവസമാണിന്ന്. ഈ ഓർമ്മകൾ ഈ കാലഘട്ടത്തിൽ നാം ഏറ്റെടുക്കുന്ന പോരാട്ടങ്ങൾക്ക്, പുതിയ പോരാട്ടങ്ങൾക്ക് ഊർജമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ലോകവും നമ്മുടെ രാജ്യവും കേരളവും വളരെ സവിശേഷകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും വിശദമായി കടന്നു പോകണമെന്ന് കരുതുന്നില്ല. ഇവിടെ നമ്മുടെ നേതാക്കന്മാരെല്ലാം വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. അവരെല്ലാം സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചന്ദ്രപിള്ള സഖാവും വരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഓരോ മലയാളിയെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടങ്ങൾ നമ്മുടെ നാട് ആർജിച്ചതിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞൊരു കാലമാണിത് എന്ന പ്രത്യേകത ഇവിടെയുണ്ട്. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഒരു കൊല്ലം, ഈ പോയ വർഷം നമ്മുടെ നാട് കാണാനായി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി കേരളത്തിലേക്ക് കടന്നു വന്ന സഞ്ചാരികളുടെ എണ്ണം 2,30,00,000 ആണത്രേ. ഇതൊരു സർവകാല റെക്കോർഡാണ്. 2,30,00,000 ആളുകൾ ഈ ഭൂഗോളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി നമ്മുടെ നാട് കാണാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ ഇങ്ങോട്ട് കടന്നു വന്നു. എന്താണ് ഇവരെ ആകർഷിക്കുന്നത്? കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും മറ്റേതെങ്കിലും ആകർഷണമുള്ള പ്രത്യേക സ്ഥലങ്ങളും മാത്രമല്ല, കേരളത്തിൻ്റെ സവിശേഷതയെ മനസ്സിലാക്കാനും നേരിൽ കാണാനും പഠിക്കാനുമായി കടന്നു വന്നവരാണ് അധികവും. എന്താണ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി കേരളം മാറാൻ കാര്യം? ഇന്ത്യയിലാണെന്ന് ഓർക്കണം. ഇന്ത്യ ഒരു ദരിദ്ര 3ാം ലോക രാജ്യമായി ഇപ്പോഴും ലോകത്തിൻ്റെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന രാജ്യമാണ്. അതാണ് പ്രത്യേകത. വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങൾ, നമ്മുടെ പ്രധാനമന്ത്രി തന്നെയും പലപ്പോഴും ഊതി വീർപ്പിച്ച അവകാശവാദങ്ങൾ നിരത്താറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യമോ വ്യത്യസ്തമാണ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ, ആഗോള വിശപ്പ് സൂചിക, ലോകത്തിലെ രൂക്ഷമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടികയാണ്. അതിൽ 102ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം ഇന്ത്യ നിൽക്കുന്നത്. ആ പട്ടികയിൽ ആകെയുള്ളത് 125 രാജ്യങ്ങളാണ്. 125 പട്ടിണി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 102ാം സ്ഥാനത്ത് തലകുനിച്ച് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. രാജ്യസ്നേഹത്തെക്കുറിച്ച്, ദേശാഭിമാനത്തെക്കുറിച്ച് RSSന്റെ നേതാക്കന്മാർ വാദോരാതെ പ്രസംഗിക്കാറുണ്ടല്ലോ. ഇത് അഭിമാനകരമാണോ? നമ്മുടെ രാജ്യം, മാതൃരാജ്യം, ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും യാതനയുടെയും പട്ടിണി മരണങ്ങളുടെയും
വിശപ്പിന്റെ റിപ്പബ്ലിക്കാണ് എന്ന് വരുന്നത് അഭിമാനകരമാണോ? പട്ടിണി കിടന്ന് മനുഷ്യൻ മരിച്ചു പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വരുന്നത് അഭിമാനകരമാണോ? അല്ല. ഇന്ത്യയെ നാണം കെടുത്തുന്നത് പട്ടിണി രാജ്യമായി ഇന്ത്യയെ നിലനിർത്തുന്ന നയങ്ങൾ നടപ്പാക്കുന്നവരാണ്. പറഞ്ഞു വന്നത്, ഇങ്ങനെ ആഗോള വിശപ്പ് സൂചികയിൽ 102-ാം സ്ഥാനത്ത് നിൽക്കുന്ന പട്ടിണിയുടെ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്ന ഒരു ദരിദ്ര മൂന്നാം ലോക രാജ്യത്തിന്റെ തെക്കേ മൂലയിൽ ഒരു സംസ്ഥാനം, കേരളമെന്ന നാട്, ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് പോലും മത്സരിക്കാൻ കഴിയുന്ന ഉന്നതമായ ജീവിത നിലവാരത്തിന്റെയും അനുബന്ധ സൂചികകളുടെയും പേരിലാണ്. അതാണ് പ്രത്യേകത. ഏതു കാര്യത്തിൽ? വിവിധ രംഗങ്ങളിൽ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ജനകീയ സ്വഭാവം, ഇവിടുത്തെ ആരോഗ്യ പരിപാലന രംഗത്തെ മികവ്, അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ യാഥാർത്ഥ്യം, അധികാര വികേന്ദ്രീകരണത്തിന്റെ കേരള മാതൃക, എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങളുമായി നമ്മുടെ നാട് മുന്നോട്ട് വരികയാണ്. മലയാള പത്രങ്ങൾക്ക് പലർക്കും ഇത് പറയാൻ മടിയാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടി സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നുവെന്ന കാരണം കൊണ്ട് കേരളത്തിന്റെ പർവ്വത സമാനമായ നേട്ടങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ, കേരളത്തിന്റെ മികവ് മറച്ചു പിടിക്കാൻ നമ്മുടെ നാട്ടിൽ കുറെ ആളുകൾ മത്സരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, 2-3 ആഴ്ചകൾക്ക് മുമ്പ്, 3-4 ആഴ്ചകൾക്ക് മുൻപ് ലോകം ശ്രദ്ധിച്ച ഒരു വാർത്ത, ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ, ഒരു ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. നിങ്ങളും വായിച്ചിട്ടുണ്ടാവും പത്രത്തിൽ. ഏത് ജില്ലയിലാണ്? ഏത് ജില്ല? നമ്മുടെ എറണാകുളം. ഇന്ത്യയിൽ ആദ്യത്തെ അനുഭവം. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ഹൃദയം പറിച്ചെടുത്ത് മറ്റൊരു രോഗിയുടെ നെഞ്ചിൻ കൂടിൽ വെച്ചു പിടിപ്പിച്ചു. ഹൃദയം മാറ്റിവെക്കുന്നു. അത്യന്താധുനികമായ സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജുകളിലും മറ്റും മാത്രം നടക്കുന്ന ശസ്ത്രക്രിയ. അത് നമ്മളെ എറണാകുളത്തെ ജില്ലാ ആസ്പത്രിയിൽ നടത്തി. ഇന്ത്യയിൽ ആദ്യത്തെ അനുഭവം. രാജ്യത്ത് മറ്റെവിടെയും ഇതുവരെ ഒരു ജില്ലാ ആശുപത്രിയിൽ, ഗവൺമെന്റ് ആശുപത്രിയിൽ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ നടന്നിട്ടില്ല. ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. 2-3 മാസം മുൻപാണ് നമ്മുടെ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ഒരേ സമയം ഹൃദയം, ശ്വാസകോശം, കിഡ്നി 3 രോഗികളുടെ ശരീരത്തിൽ വെച്ചു പിടിപ്പിച്ചു. മസ്തിഷ്കാഘാതം സംഭവിച്ച തന്നെ ഒരു ആളുടെ ശരീരത്തിൽ നിന്നും ഹൃദയവും ശ്വാസകോശവും കിഡ്നിയും പറിച്ചെടുത്ത് മറ്റു 3 പേരുടെ ശരീരങ്ങളിൽ വെച്ച് പിടിപ്പിച്ചു. ഒരേ സമയം, ഒരേ ദിവസം, ഒരേ മെഡിക്കൽ കോളേജ്. ഇന്ത്യയിൽ ആദ്യത്തെ അനുഭവമാണ്. അങ്ങനെ ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. എന്തിനധികം പറയുന്നു, ശിശുമരണ നിരക്കിൽ നമ്മൾ അമേരിക്കയെ പുറകിലാക്കി. 2 മാസം മുൻപ് വന്ന വാർത്തയാണ്. ആരെ പുറകിലാക്കി? അമേരിക്കയെ പുറകിലാക്കി. സത്യത്തിൽ ഒരു സംസ്ഥാനതല ആഘോഷമായി നാടാകെ ഉത്സാഹപൂർവ്വം കൊണ്ടാടേണ്ട മഹാനേട്ടമാണ് നമ്മുടെ നാടിനുണ്ടായത്. ലോക വ്യാവസായിക മുതലാളിത്തത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന എല്ലാ ആഡംബരങ്ങളുടെയും സുഖസൗകര്യങ്ങളുടെയും അവസാന വാക്കായി വാഴ്ത്തപ്പെടുന്ന മുതലാളിത്ത വളർച്ചയുടെ പ്രതീകം അമേരിക്ക. ആ അമേരിക്കൻ ഐക്യനാടുകളെ നമ്മുടെ കൊച്ചു കേരളം പുറകിലാക്കി. ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ ശിശുമരണ നിരക്കൊക്കെയാണ് ഈ ആധുനിക കാലത്ത് വിവിധ രാജ്യങ്ങളുടെ, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ തോത് മനസ്സിലാക്കാൻ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സൂചകം. 1000 കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു വർഷമാകുമ്പോഴേക്ക് അതിൽ എത്ര കുട്ടികൾ മരിച്ചു പോകുന്നു എന്നതിൻ്റെ കണക്കെടുപ്പാണ് ശിശുമരണ നിരക്ക്. ഇന്ത്യയിൽ അത് 25ആണ്. ഈ 2026-ലും 1000 കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ ജനിക്കുമ്പോൾ
അതിൽ 25 കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു എന്നാണ് കണക്ക്. അമേരിക്കയിൽ അത് ഏകദേശം 6. വളരെ മെച്ചപ്പെട്ട നിലവാരമാണ്. അപ്പോഴാണ് കേരളത്തിലെ ശിശുമരണ നിരക്ക് ആധികാരികമായ റിപ്പോർട്ട് പുറത്തു വന്നു, അത് 5. അമേരിക്കയേക്കാൾ ഒരു പടി മുന്നിൽ. ശിശുമരണ നിരക്ക് കുറഞ്ഞിരിക്കണമെങ്കിൽ ഒട്ടേറെ ഘടകങ്ങൾ ഒരുമിച്ച് വരണം. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണം. അതിനെന്ത് വേണം? കുഞ്ഞിന്റെ മാതാവ് ആരോഗ്യവതിയായിരിക്കണം. അതിനെന്ത് വേണം? ഗർഭാവസ്ഥയിൽ നല്ല പോഷക സമൃദ്ധമായ ആഹാരം, ആവശ്യത്തിന് വിശ്രമം. അതിനെന്ത് വേണം? അതിനു പറ്റിയ കുടുംബാന്തരീക്ഷം, കുടുംബത്തിന്റെ വരുമാനം, അസുഖമെന്തെങ്കിലും വന്നാൽ അടുത്തു പോകാൻ ഒരു ആശുപത്രി, അവിടെ ചെന്നാൽ പരിചയസമ്പന്നരായ ഡോക്ടർമാർ, ആവശ്യത്തിന് മരുന്ന്, സൗജന്യ ചികിത്സ. ഇനി കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം, ശിശുരോഗ വിദഗ്ധരുള്ള ആശുപത്രികൾ, മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ, ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ശിശുമരണ നിരക്ക് കുറഞ്ഞു വരിക. അങ്ങനെ ഈ കാര്യങ്ങളിലെല്ലാം നാം നേടിയ പുരോഗതി നമ്മളെ അമേരിക്കയുടെ മുന്നിലെത്തിച്ചു. അതാണ് അഭിമാനകരമായ നേട്ടം. ഈ നാട് കാണാനാണ് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ വരുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നറിയാൻ. ഈ മികവ് നമുക്കിവിടെ ആർജിക്കാനായി. ഈ മികവ് മാത്രമല്ല, 57 മുതൽ ഇങ്ങോട്ട് കേരളം ആർജിച്ച നേട്ടങ്ങൾ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം കയ്യെത്തിപ്പിടിച്ച മഹത്തായ നേട്ടങ്ങൾ. ഈ 10 കൊല്ലത്തിനുള്ളിൽ കേരളം എത്രമാത്രം മാറി? ഇപ്പൊ കേരളത്തിൽ പവർ കട്ടുണ്ടോ? ഇല്ല. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറി. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴോ ആ കാലം പലരും മറന്നു. മനുഷ്യർ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു. ആദ്യം അരമണിക്കൂർ പവർ കട്ട്, ഓർമ്മയില്ലേ? പിന്നീട് അത് 1 മണിക്കൂർ കട്ടായി നീണ്ടു. അത് കഴിഞ്ഞപ്പോഴോ അപ്രഖ്യാപിത കട്ട്. ആർക്കും പറയാനാവില്ല. വൈദ്യുതി പോയാൽ എപ്പോ വരും? ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചാൽ ആർക്കും മറുപടി പറയാനാവില്ല. വ്യവസായങ്ങൾക്ക് 100% കട്ട്. നമ്മുടേത് വ്യവസായ മേഖലയല്ലേ? വൻകിട വ്യവസായം പോട്ടെ, ഒരു ചെറുകിട വ്യവസായം, ഒരു കുടിൽ വ്യവസായം ഉണ്ടെങ്കിൽ KSEB-യുടെ കറണ്ട് ഇല്ല, വേണമെങ്കിൽ ജനറേറ്റർ വെച്ച് പ്രവർത്തിപ്പിച്ചു കൊള്ളണം. അതായിരുന്നില്ലേ ഈ കേരളത്തിൽ? അതായിരുന്നു കേരളം. ഇരുട്ടിലാണ്ട് പോയൊരു നാട്. മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും കത്തിച്ച് കറണ്ട് കാത്തിരുന്ന വീടുകൾ. മറന്നോ ആ കാലം? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇപ്പൊ മണ്ണെണ്ണ വിളക്കുണ്ടോ? എങ്ങനെ ഇല്ലാതായി? പവർ കട്ട് എന്ന വാക്ക് ഇപ്പോഴാരെങ്കിലും പറയുന്നുണ്ടോ? എങ്ങനെ ഈ മാറ്റമുണ്ടായി? അതാണ് ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നാട് സാക്ഷ്യം വഹിക്കുന്ന മഹത്തായ മാറ്റം. അത് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് രംഗത്തും. പരീക്ഷയായിട്ടും പാഠപുസ്തകം കിട്ടാത്ത കുട്ടികൾ തെരുവിലിറങ്ങിയ ഒരു കാലം. കേരളത്തിലൊരു വിദ്യാർത്ഥി സമരം നടന്നിട്ട് കാലം എത്രയായി? എന്തുകൊണ്ടുണ്ടാവുന്നില്ല? പരീക്ഷയായിട്ടും പുസ്തകമില്ല. കുട്ടികൾ ഞങ്ങളുടെ പുസ്തകം എവിടെ എന്ന് ചോദിച്ച് തെരുവിലിറങ്ങി സമരം ചെയ്തു. അവരുടെ തലതല്ലി പൊട്ടിച്ചു പോലീസ്. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബായിരുന്നു. അബ്ദുൾ റബ്ബിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, പരീക്ഷയായിട്ടും പാഠപുസ്തകം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അബ്ദുൾ റബ്ബ് പറഞ്ഞ മറുപടി ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഓണം നേരത്തെ വന്നതാണ് പ്രശ്നം. ഓണം നേരത്തെ വന്നു എന്ന് പറഞ്ഞത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിലിരുന്ന ഒരു അഖില ലോക അല്പനാണ് എന്നോർത്തോളണം. ഓണം ഉണ്ടായ കാലം മുതൽ ചിങ്ങത്തിലല്ലാതെ കർക്കിടകത്തിൽ ഓണം വന്നിട്ടുണ്ടോ? അബ്ദുൾ റബ്ബിന് എന്ത് ഓണം? അതായിരുന്നു മറുപടി. ഇപ്പോഴോ സ്കൂള് തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കയ്യിൽ. സ്കൂള് തുറക്കണ്ട, അതിനു മുമ്പ് പാഠപുസ്തകം സ്കൂളിലെത്തുന്നു, കുട്ടികളുടെ കയ്യിലെത്തുന്നു. ചെറിയ മാറ്റമാണോ? സ്കൂളുകളിലാകെ വന്ന മാറ്റം. എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികൾ. കൊച്ചു കുട്ടികൾ മുതൽ കമ്പ്യൂട്ടറും പ്രൊജക്ടറും ഡിജിറ്റൽ സ്ക്രീനും എല്ലാം കണ്ട് പരിചയിച്ച്
എല്ലാ ആധുനിക സൗകര്യങ്ങളുടെയും അകമ്പടിയോടെ പഠിക്കുന്നു. ആശുപത്രികളിൽ വന്ന മാറ്റം, നമ്മുടെ റോഡുകൾ, വീടില്ലാത്ത 4,71,000-ത്തിലധികം ആളുകൾ സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ 10 കൊല്ലം. ഒരു വീട്ടിലൊരു 4 പേരുണ്ട് എന്ന് കരുതുക. ചിലപ്പോൾ 3 പേരുള്ള വീടുണ്ടാവും, അപ്പൊ 5 പേരുള്ള വീട് വേറെയും ഉണ്ടാവും. ശരാശരി ഒരു 4 പേര് കരുതിയാൽ 20 ലക്ഷത്തോളം മനുഷ്യർ സുരക്ഷിതമായ ഒരു മുയൽക്കൂരയ്ക്കു കീഴിൽ ഉറങ്ങുന്ന നാടായി നമ്മുടെ നാട് മാറി. 1,27,000 വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയില്ലെന്ന് മാത്രമല്ല 2,000 രൂപയായി വർദ്ധിപ്പിച്ചു. 62 ലക്ഷം മനുഷ്യർ വാങ്ങുകയാണ്. 2,000 രൂപ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. ഒരു വീട്ടിൽ പ്രായമായ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെങ്കിലും ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. 2 പേർക്കും കൂടി 4,000 ഇന്ത്യൻ ഉറുപ്പിക എല്ലാ മാസവും വീട്ടിലെത്തിച്ചു കൊടുക്കും. ഈ നാട്ടിലേ ഉള്ളൂ, ഇന്ത്യയിൽ മറ്റെവിടെയുമില്ല. പ്രധാനമന്ത്രിയുടെ നാട്ടിൽ 2,000 രൂപ പെൻഷൻ ഉണ്ടോ? ഇല്ല. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലുണ്ടോ? ഇല്ല. കേരളത്തിൽ മാത്രം. അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത. അതിന് പുറമെയാണ് വീട്ടമ്മമാർക്ക് 35 വയസ്സ് കഴിയുന്ന എല്ലാ വീട്ടമ്മമാർക്കും പ്രതിമാസ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ സ്വപ്നം കണ്ടിട്ടില്ല ഇന്ത്യയിൽ മറ്റാരും, ഒരു സംസ്ഥാനത്തെ ഭരണാധികാരിയും. ഇവിടെ അത് യാഥാർത്ഥ്യമാവാൻ പോകുന്നു. വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾ തൊഴിലന്വേഷിക്കുന്ന ഘട്ടത്തിൽ പ്രതിമാസ സ്റ്റൈപ്പൻഡ് 7-8 ലക്ഷം പേർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കും എന്ന് കണക്കാക്കപ്പെടുന്നു. 62 ലക്ഷം പേർക്ക് 2,000 പെൻഷൻ, 33 ലക്ഷത്തിലധികം വരുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ കിട്ടാൻ പോകുന്നു. 7-8 ലക്ഷം യുവജനങ്ങൾക്ക് എല്ലാം കൂടി ചേർന്നാൽ 1 കോടിയിലധികം മലയാളി സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള സാമ്പത്തിക സഹായത്തിന് അർഹരായി മാറുന്നു. സ്വപ്നം കാണാൻ കഴിയുമോ മറ്റേതെങ്കിലും നാട്ടിലുള്ളവർക്ക്? ഈ മാറ്റങ്ങളുടെയും വളർച്ചയുടെയും ലോകോത്തരമായ നേട്ടങ്ങളുടെയും നാടായി കേരളത്തെ മാറ്റിയെടുക്കാനായി എന്നതാണ് കഴിഞ്ഞ 10 കൊല്ലത്തെ കേരളത്തിലെ അനുഭവം. ഒപ്പം സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന നാട്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്തെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച് പല മറുപടികൾ ഉണ്ടാവാം. എന്നാൽ അതിലെ പ്രധാനപ്പെട്ട ഒരു മറുപടി സമാധാനം തന്നെയാവും. സമാധാനമായി ജീവിക്കുക. വർഗീയ കലാപങ്ങളുടെ നേരിയ ഒരു വർഗീയ സംഘർഷത്തിന്റെ വാർത്ത കേട്ടിട്ട് കാലമത്രേ. പഴയ കാര്യങ്ങൾ മറക്കാറായോ? എന്തെന്ത് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഓരോന്നായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നില്ല, ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണ്. 10 വയസ്സുള്ള പെൺകുട്ടിയെ പോലും വെടിവെച്ചു കൊന്ന അനുഭവം ഈ കേരളത്തിലുണ്ട്. കേരളത്തിലെ പോലീസ് വർഗീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ന നിലയിൽ നടത്തിയിട്ടുള്ള നടപടികളുടെയൊക്കെ ഭാഗമായി 10 വയസ്സുള്ള പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നത് പാലക്കാടാണ്. അങ്ങനെ എത്ര അനുഭവം ഇപ്പോഴെന്താ ഇല്ലാത്തത്? വർഗീയതയെക്കുറിച്ച് പലരും ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഞാനതിലേക്ക് വരാം. ഓരോ വർഗീയവാദിക്കും തനിനിറം പുറത്തു കാണിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഈ കേരളത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് ഉറച്ച നടപടി സ്വീകരിക്കാൻ, നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് സാധിച്ചു. അതുകൊണ്ടല്ലേ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ചന്ദ്രൻപിള്ള ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം CITU ഭാരവാഹിയായതിനു ശേഷം എനിക്ക് തോന്നുന്നു ഇവിടെ ആദ്യമായിട്ടാവും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ചന്ദ്രൻപിള്ള സഖാവിനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതെ, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്.
ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള മഹത്തായ നേട്ടങ്ങളുടെയും വളർച്ചയുടെയും പുരോഗതിയുടെയും അനുഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എന്നിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു. അതാണ് ഇപ്പം നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഏലൂരിലുള്ളവർ ജയിച്ചവരാണ്, പക്ഷേ അർഹതപ്പെട്ട വിജയം ഇവിടെയും നേടി എന്ന അഭിപ്രായം എനിക്കില്ല. കേരളത്തിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം നേരിടേണ്ടി വന്നവരാണ് നാം. നമ്മൾ പരാജയപ്പെട്ടു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനർഹമായ പരാജയം എന്നേ ഇതിന് വിശേഷിപ്പിക്കാനാവും. ഈ പരാജയം നാം അർഹിച്ചതല്ല. അപ്പോ അനർഹമായ പരാജയങ്ങളും ചരിത്രത്തിൽ ഉണ്ടാവും എന്ന് നമ്മൾ കണ്ടോളണം. തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും ജയിച്ചു കൊള്ളണം എന്നില്ല. സത്യം, നീതി, ശരിയുടെ രാഷ്ട്രീയം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കണിശമായി ജയിച്ചു വരും എന്ന് കരുതുക വയ്യ. അങ്ങനെയാണ് ചരിത്രം. ഹോവാർഡ് ഫാസ്റ്റിന്റെ സ്പാർട്ടക്കസ് എന്നൊരു നോവലുണ്ട്. ആ നോവലിൽ സ്പാർട്ടക്കസ് അടിമകളുടെ നേതാവായിരുന്നു. അടിമകളുടെ വിമോചനത്തിന് വേണ്ടിയുള്ള മഹാകലാപത്തിന് നേതൃത്വം കൊടുത്തയാളാണ്. കലാപം അടിച്ചമർത്തപ്പെട്ടു. സ്പാർട്ടക്കസിനെയും സഹയോദ്ധാക്കളെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണ്. കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് സ്പാർട്ടക്കസിന്റെ സഖാവായ ഡേവി സ്പാർട്ടക്കസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്പാർട്ടക്കസ്, നമ്മളായിരുന്നല്ലോ ശരി, എന്നിട്ടും നമ്മൾ തോറ്റുപോയത് എന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, യുദ്ധത്തിൽ, സമരത്തിൽ, പോരാട്ടത്തിൽ ഒക്കെ എല്ലായ്പ്പോഴും ശരിയങ്ങ് ജയിച്ചു വരില്ല. ചിലപ്പോൾ തോൽക്കും. ന്യായമായും സത്യം ജയിക്കണം എന്നാഗ്രഹിക്കുന്നവർ അപ്രതീക്ഷിതമായി പരാജയം നേരിടേണ്ടി വരുമ്പോൾ ഹൃദയം പൊട്ടുന്ന വേദനയോടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്പാർട്ടക്കസിനോട് ഡേവിസ് ചോദിച്ച ചോദ്യം. ചരിത്രത്തിൽ എത്രയോ തവണ ഇത്തരത്തിൽ ശരിയായ രാഷ്ട്രീയവും നിലപാടും പരാജയപ്പെട്ടു പോകുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നാട്. 1924 ഇറ്റാലിയൻ ജനറൽ ഇലക്ഷനിൽ മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടി 65% വോട്ട് നേടിയാണ് ജയിച്ചത്. 65%. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ആരെയും മോഹിപ്പിക്കുന്ന ഭൂരിപക്ഷമാണത്. 65% വോട്ട് നേടി ജയിച്ചു. ആ നേതാവിന്റെ പേരാണ് ബെനിറ്റോ മുസോളിനി. മുസോളിനി ഇറ്റലിയുടെ നേതാവായത് ബലപ്രയോഗത്തിലൂടെയല്ല, തെരഞ്ഞെടുപ്പിലൂടെയാണ്. ഒരു ദശാബ്ദം തികയുന്നതിന് മുൻപ് ജർമ്മൻ ഫെഡറൽ ഇലക്ഷനിൽ ഹിറ്റ്ലർ ജയിച്ചതും ജനങ്ങളുടെ വോട്ട് നേടിയിട്ടാണ്. നാസി പാർട്ടി 44% മറ്റോ വോട്ടൊന്ന് നേടി. ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച നേതാവാണ്. മുസോളിനി തെരഞ്ഞെടുപ്പിൽ ജയിച്ച നേതാവാണ്. മുസോളിനിയുടെ ജയം ശരിയായ രാഷ്ട്രീയത്തിന്റെ ജയമായിരുന്നുവോ? അങ്ങനെ വിലയിരുത്തിയിട്ടില്ല ആരും. ഹിറ്റ്ലറുടെ തെരഞ്ഞെടുപ്പ് വിജയം ശരിയായ രാഷ്ട്രീയത്തിന്റെ വിജയമായിരുന്നുവോ? അങ്ങനെ ആരും വിലയിരുത്തിയിട്ടില്ല. പക്ഷേ ഒന്നുണ്ട്, നൈമിഷികവും ക്ഷണികവുമായ ഇത്തരം പ്രതിലോമകാരികളുടെ വിജയം അനാദികാലം നിലനിന്നിട്ടില്ല. ആത്യന്തികമായി ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ വിജയിച്ചിട്ടുണ്ട് മിക്കയിടത്തും. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനം തന്നെ 1945 ഏപ്രിൽ മാസം 28 മുസോളിനിയെ അടിച്ചു കൊന്നു എന്നാണ് ചരിത്രം. മിലാനിലെ നഗര ചത്വരത്തിൽ കെട്ടിത്തൂക്കി ആ മൃതദേഹം. അതുവഴി വന്നവരും പോയവരുമെല്ലാം ശാപവാക്കുകളോടെ മുസോളിനിയുടെ മൃതശരീരത്തിന് നേരെ കല്ലുകൾ വെറുക്കി എറിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. 2 നാൾ പിന്നിട്ടപ്പോ 45 ഏപ്രിൽ 30 സ്വന്തം കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലും ചുറ്റികയും അരിവാളും ആലേഖനം ചെയ്ത ചെമ്പതാക റഷ്യൻ റെഡ് ഗാർഡുകൾ ഉയർത്തുന്ന കാഴ്ച കണ്ട് ഇനി രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വളർത്തുനായെയും കാമുകിയെയും കൊലപ്പെടുത്തിയ ശേഷം ഹിറ്റ്ലർ
ആത്മഹത്യ ചെയ്തത്. അപ്പോ വഴിതെറ്റിയ ഒരു തിരഞ്ഞെടുപ്പ് വിജയം അനാദികാലം അങ്ങ് നിലനിന്നില്ല. ഒടുവിൽ വൈകിയെങ്കിലും ജനവിരുദ്ധ രാഷ്ട്രീയത്തെ, വിനാശകാരിയായ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. സ്പാർട്ടക്കസ് തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷേ ഇന്ന് അടിമത്തം ലോകത്തിലില്ല. അടിമത്തം തുടച്ചു നീക്കപ്പെട്ടു, അടിമകൾ വിമോചിപ്പിക്കപ്പെട്ടു. ഏറെക്കാലത്തിന് ശേഷമാണെങ്കിലും. അപ്പോ ഏതെങ്കിലും നൈമിഷികമായ ഒരു പരാജയത്തിൽ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ശരിയായ നിലപാടുകൾ വിജയിക്കും, വിജയിച്ചേ തീരൂ. ആ ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ധീരമായി മുൻപോട്ട് പോവുക മാത്രമേ കരണീയമായിട്ടുള്ളൂ താനും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്തില്ല എന്നതുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യാത്ത ഒരാൾ, ഒരു വോട്ടർ, എന്ത് കാരണം കൊണ്ടാണ് വോട്ട് ചെയ്യാത്തതെന്ന് ഇപ്പൊ നമുക്ക് പറയാനാവില്ല. പക്ഷെ വോട്ട് ചെയ്യാത്ത ഒരാൾ UDF-ന്റെ പഴയ കാലം തിരികെ വരണം എന്ന് ആഗ്രഹിക്കുമോ? അതിനൊരു സാധ്യതയുമില്ല. LDF-നെ രാഷ്ട്രീയ കാരണങ്ങളാൽ എതിർക്കുന്നവർ പോലും നാട്ടിലുണ്ടായ നല്ല മാറ്റങ്ങളെ സ്വീകരിക്കുന്നവരാണ്. LDF-ന് വോട്ട് ചെയ്യാത്ത ഏതെങ്കിലും ഒരാൾ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും തിരിച്ചു വരണം, പഴയ UDF-ന്റെ പവർ കട്ടിന്റെ കാലം തിരികെ വരണം എന്നാഗ്രഹിക്കുമോ? ഉറപ്പായും ആഗ്രഹിക്കില്ല. പാഠപുസ്തകങ്ങൾ പരീക്ഷക്കാലത്ത് പോലും കിട്ടാത്ത UDF-ന്റെ കാലം തിരികെ വരണം എന്നാഗ്രഹിക്കുമോ? ഒരു സാധ്യതയുമില്ല. ഭവനരഹിതർക്ക് വീട് കിട്ടാത്ത, പാവപ്പെട്ടവന്റെ ഏകാശ്രയമായ പെൻഷൻ മുടങ്ങിപ്പോകുന്ന, റോഡുകൾ ഗതാഗത യോഗ്യമല്ലാത്ത, വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന, നിസ്സഹായരായ മനുഷ്യർ മരിച്ചു വീഴുന്ന അശാന്തിയുടെ, അരക്ഷിതാവസ്ഥയുടെ ഒരു കാലം, UDF-ന്റെ കാലം തിരികെ വരണം എന്നാഗ്രഹിച്ചിട്ടാണോ ഈ ആളുകളൊക്കെ വോട്ട് ചെയ്തത്? ഒരിക്കലുമല്ല. പിന്നെയോ, കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും നമ്മുടെ നാടിനുണ്ടായ അഭിവൃദ്ധിയും ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് നടന്നിട്ടുള്ളത്. പിന്നെയോ, ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെയോ പ്രതിപക്ഷത്തെ മറ്റേതെങ്കിലും നേതാക്കന്മാരുടെയോ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസംഗങ്ങളിൽ എവിടെയെങ്കിലും വികസനത്തെക്കുറിച്ചോ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചോ ഒരു വാക്ക് സംസാരിച്ചതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യേണ്ട മുഖ്യമായ വിഷയം നാടിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം. അതാണ്. നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവുമാണ്. കോൺഗ്രസ് UDF ശ്രമിച്ചത് ഇത് രണ്ടും ചർച്ച ചെയ്യാതിരിക്കാനാണ്. LDF-നെ വിമർശിക്കാൻ പോലും നാടിന്റെ വികസനത്തെക്കുറിച്ചോ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ക്ഷേമ പദ്ധതികളെ കുറിച്ചോ ഒരു ചർച്ചയും അവർ നടത്തിയില്ല. പകരം തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം UDF ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി, കട്ടിള, കളവ്, തട്ടിപ്പ്. അതാണ്. പ്രസംഗം, മുദ്രാവാക്യം, പാരടിപ്പാട്ട് എല്ലാം ശബരിമല, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രതീതി സൃഷ്ടിക്കുക. കളവ്, തട്ടിപ്പ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ ഔത്സുക്യപൂർവം ശ്രദ്ധിക്കും. അത് സാധാരണ നിലയിൽ മനുഷ്യന്റെ ഒരു മനഃശാസ്ത്രമാണ്. ഇപ്പൊ ടെലിവിഷൻ ചാനലുകൾ നിങ്ങൾ നോക്കൂ, കുറ്റകൃത്യങ്ങളെ കുറിച്ച് മാത്രം പറയാൻ പ്രത്യേകമായ ഒരു ബുള്ളറ്റിനുണ്ട് എല്ലാ ചാനലിലും, ഇല്ലേ? പല പേരുകളിൽ കുറ്റകൃത്യങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും ആ ബുള്ളറ്റിനിൽ ഉണ്ടാവുക. അത് FIR എന്ന് ഇവിടെ ആരോ പറഞ്ഞു, FIR, അങ്ങനെ പല പേരിൽ. അത് ഉദ്വേഗപൂർവമാണ് അവതരിപ്പിക്കുക. ചില പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് അതിന് ചില ആധുനിക ജൻസി പ്രയോഗങ്ങൾ ഉണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ സ്തോഭജനകമായി ഒരു പൈങ്കിളി നോവലിന്റെ തുടർക്കഥ എന്ന പോലെ ഇങ്ങനെ അവതരിപ്പിക്കും. എല്ലാ ചാനലുകളും നടത്താൻ കാരണം എന്താണ്? അത് കാണാൻ ആളുകൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്.
അപ്പോ വളരെ വൈകാരികമായി ഒരു തട്ടിപ്പിന്റെ കളവിന്റെ കഥ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ഇടതുപക്ഷക്കാർ ശബരിമല കൊള്ളയടിക്കാൻ പോകുന്നേ എന്ന ഒരു ഭയാശങ്കയോടുകൂടിയ പ്രചാരവേലയാണ് അഴിച്ചുവിട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും ശബരിമലയിലാവട്ടെ മറ്റേത് ആരാധനാലയത്തിലാവട്ടെ തട്ടിപ്പോ കളവോ നടന്നാൽ അക്കാര്യത്തിൽ പ്രഖ്യാപിതമായ നിലപാട്, ഒരു ഇഞ്ചും മാറാത്ത നിലപാട് നമുക്കുണ്ട്. കുറ്റമറ്റ അന്വേഷണം നടത്തുക, തെറ്റ് ചെയ്തവരെ മുഴുവൻ നിയമാനുസൃത നടപടിക്ക് വിധേയമാക്കുക, വിശ്വാസികളുടെ ഒരു ചില്ലിക്കാശ് പോലും അന്യാധീനപ്പെട്ടു പോകരുത്. അതാണ്. പണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തിരുവാഭരണം മോഷണം പോയപ്പോ സഖാവ് നായനാരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അന്നും ഇതായിരുന്നു നിലപാട്. കുറ്റമറ്റ അന്വേഷണം നടത്തി, മോഷണം പിടിച്ചു. പിടിച്ചപ്പോ മോട്ടാവ് INTUCയുടെ നേതാവായിരുന്നു, അത് വേറെ കാര്യം. തിരുവാഭരണം തിരിച്ചെടുത്തു, ക്ഷേത്ര മുതൽ സംരക്ഷിച്ചു, പ്രശ്നം അവസാനിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാല മോഷണം പോയപ്പോ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹമാവട്ടെ അറിയപ്പെടുന്ന ഗുരുവായൂരപ്പന്റെ ഭക്തനുമായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. എന്ന് വെച്ചാൽ അന്വേഷണവുമില്ല, പ്രതിയെയും പിടിച്ചില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പോ കേരളത്തിൽ ആരാധനാലയങ്ങളിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് LDF ആണ് ഭരിക്കുന്നതെങ്കിൽ വിശ്വാസികൾക്ക് ആശ്വസിക്കാം, മുതൽ നഷ്ടപ്പെട്ടു പോവില്ല, കള്ളനെ പിടിക്കും, ശിക്ഷിക്കും. ശബരിമലയിലും ആ നിലയിലാണ് പോകുന്നത്. അപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 2 പേർക്ക് CPM ബന്ധം, അതാണ് പ്രചരണം. 4 പേർക്ക് കോൺഗ്രസ് ബന്ധമുണ്ട്, അത് മിണ്ടുന്നില്ല. CPM ബന്ധം മാത്രമേ മിണ്ടുന്നുള്ളൂ. അതിനെ സഹായിക്കാൻ ചില മാധ്യമങ്ങളും രംഗത്ത് വന്നു. ശബരിമലയെ ഇവർ തകർക്കാൻ പോകുന്നു എന്ന നിലയിലാണ് പ്രചരണം. സത്യത്തിൽ ശബരിമലയാക്കിയത് നമ്മളാണ്, ഇടതുപക്ഷമാണ്. പണ്ട് ശബരിമല ഒരു കാനന ക്ഷേത്രമായി മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു മണ്ഡലകാലത്താകെ ശബരിമലയിൽ തീർത്ഥാടകരായി എത്തുന്നവരുടെ എണ്ണം 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1967 EMS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി. ശബരിമല ദേവസ്വം ബോർഡ് എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി പുന്നപ്ര വയലാർ സമര നായകൻ കൂടിയായ നമ്മുടെ മഹാനായ നേതാവ് സഖാവ് PK ചന്ദ്രാനന്ദൻ നിയുക്തനായി. ആ ഘട്ടത്തിൽ ചന്ദ്രാനന്ദൻ സഖാവും ബോർഡും ഇരുന്നാണ് ഈ ശബരിമലയെ ഒരു ദേശീയ പ്രശസ്തിയുള്ള ദേവാലയമാക്കി മാറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. അന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് അയ്യപ്പ ജ്യോതി പ്രയാണം. ഇപ്പൊ പലരും മറന്നുപോയി. അയ്യപ്പ ജ്യോതി പ്രയാണം. ശബരിമലയിൽ നിന്ന് ഒരു ജ്യോതി കൊളുത്തി അത് അയ്യപ്പ ജ്യോതി എന്ന് പേരിട്ട് തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നീ അയൽ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലൂടെ ഒരു പ്രയാണം നടത്തി. ആ ജ്യോതിയെ സ്വീകരിക്കാൻ അവിടങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ മുന്നോട്ട് വന്നു. വലിയ പ്രചാരണം അഴിച്ചുവിട്ടു. ഓരോ സ്വീകരണങ്ങളും വാർത്തകളായി അവിടുത്തെ പത്രങ്ങളിൽ വരുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തി. അങ്ങനെ തമിഴ് പത്രങ്ങളിൽ, കന്നഡ പത്രങ്ങളിൽ, തെലുങ്ക് പത്രങ്ങളിലെല്ലാം കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച്, അവിടുത്തെ ഐതിഹ്യത്തെക്കുറിച്ച്, അയ്യപ്പ ജ്യോതിയെക്കുറിച്ച് വാർത്തകൾ പ്രചരിച്ചു. അങ്ങനെയാണ് പിന്നീട് പടിപടിയായി തമിഴ്നാട്ടിൽ നിന്നും, കർണാടകയിൽ നിന്നും, ആന്ധ്രയിൽ നിന്നുമൊക്കെ ഭക്തരുടെ ഒഴുക്ക് ശബരിമലയിലേക്ക് വന്നു തുടങ്ങിയത്. അങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലാകെ അറിയപ്പെടുന്ന അതിപ്രശസ്ത ദേവാലയങ്ങളിൽ ഒന്നായി ശബരിമല മാറിയത്. ഇപ്പൊ ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് എത്ര പേർ വന്നു എന്നാണ് കണക്ക് പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? 51 ലക്ഷം പേരോ മറ്റോ വന്നു എന്നാണ് കണക്കെന്നാണ് എൻ്റെ ഓർമ്മ. 1 ലക്ഷത്തിൽ നിന്ന് 51 ലക്ഷമായി മാറി. ഈ വളർച്ചയുടെ പിന്നിൽ സഖാവ് ചന്ദ്രാനന്ദൻ നയിച്ച ദേവസ്വം ബോർഡിന്റെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയ നടപടികൾ, ഇടപെടലുകൾ ഉണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ശബരിമല ക്ഷേത്രത്തെ ദേശീയ പ്രശസ്തിയുള്ള ക്ഷേത്രമാക്കി മാറ്റിയ അതിന്റെ നേരവകാശികളാണ് ഇടതുപക്ഷം.
പക്ഷെ ആ ഇടതുപക്ഷത്തെ ഒരു പുകമറയ്ക്കുള്ളിലാക്കി തെറ്റായ ഒരു പ്രതീതി സൃഷ്ടിച്ച് കേരളത്തിലെ ഭക്തർക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ ചില സംശയങ്ങൾ, അവ്യക്തതകൾ ഉണ്ടാക്കി വോട്ട് തട്ടാനുള്ള നീക്കമാണ് നടന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്ക്, ശബരിമലയെക്കുറിച്ച് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പ്രസംഗിക്കുന്നുണ്ടോ? ഇപ്പം മിണ്ടുന്നേയില്ല. കാരണം എന്താണ്? അന്വേഷണം ഓരോ ദിവസം പിന്നിടുമ്പോൾ പ്രതിസ്ഥാനത്തേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരാണ്. ഞാൻ ഈ യോഗത്തിന് ആരുടെയും പേരൊന്നും പറയുന്നില്ല. മണിക്കൂറുകൾ എണ്ണിക്കഴിഞ്ഞു. ജയിലിലേക്ക് പോകുന്നവരുടെ നിരയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒന്നാം നിര നേതാക്കന്മാർ, ചിലർ മരിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഒരറ്റം ഡൽഹിയിലേക്ക് നീളുന്നു എന്ന് വാർത്തകൾ വരുന്നു. അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഇപ്പൊ നമ്മൾ ആരും പ്രവചിക്കുന്നില്ല. ഒന്നുറപ്പാണ്, ഇപ്പൊ കോൺഗ്രസ് ശബരിമല എന്ന അധ്യായം അടച്ചു വെച്ചു. പക്ഷേ ഈ അന്വേഷണം പൂർത്തിയാകുമ്പോഴേക്ക് ജനങ്ങളുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരിക കോൺഗ്രസിനായിരിക്കും. ഒരു സംശയവുമില്ല, അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരായുധം അത്രയേ ഉള്ളൂ, അതാണ് ഉപയോഗിച്ചത്. പക്ഷെ അതുകൊണ്ട് അനാദികാലം ജനങ്ങളെ പുകമറയ്ക്കുള്ളിൽ നിർത്തിക്കളയാം എന്ന് ധരിക്കാൻ കഴിയില്ല. ശരിയായ വസ്തുതകൾ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇപ്പോഴോ ഇതിന്റെ അനുബന്ധമായി എന്തെല്ലാം പ്രചരണങ്ങളാണ്. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി, ഒരു മഹാപരാധമാണ്. ഇത് കേട്ട് തലയും വാലുമില്ലാതെ അഭിപ്രായം പറയുന്ന പലരുമുണ്ട്. എന്താണ് വസ്തുത? ദേവസ്വം ബോർഡ് ശബരിമലയിലെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി വരുന്നു. എല്ലാ സമുദായ സംഘടനാ നേതാക്കന്മാരെയും ക്ഷണിക്കുന്നു. അവരെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരെല്ലാം ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ വന്ന് വേദിയിലേക്ക് പോകുന്നു. 100-300 മീറ്റർ ദൂരമുണ്ട്. നടന്നു പോകാവുന്നതല്ല, ഒരിത്തിരി കൂടുതലുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയുടെ കാറിൽ അങ്ങോട്ട് പോവുകയാണ്. സുരക്ഷാ കാരണങ്ങളാൽ ഗസ്റ്റ് ഹൗസിൽ നിന്നും വേദി വരെയുള്ള ദൂരത്തേക്ക് മറ്റൊരു വാഹനത്തിനും അനുവാദമില്ല പോകാൻ. അതാണ് കാണേണ്ടത്. ഇപ്പൊ ഈ പറയുന്നവർ പറഞ്ഞാൽ തോന്നും വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ കാറൊന്നും ഇല്ലാത്ത BPL റേഷൻ കാർഡുള്ള ഒരു പാവമാണ്. അയാളെ ജീവിതത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി കാറിൽ കയറ്റി. അങ്ങനെയാണോ? അങ്ങനെയൊന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാം. പ്രശ്നം എന്താണ്? ഗസ്റ്റ് ഹൗസ് മുതൽ വേദി വരെ മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ അനുവാദമുള്ളൂ. അത് സുരക്ഷാ കാരണം കൊണ്ടാണ്. ബാക്കിയുള്ളവരൊക്കെ നടന്നു പോകുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യാം. പക്ഷെ വയസ്സ് 89. 89 വയസ്സുള്ള ഒരാള് ഇവിടെ നീ ദൂരം നടന്നു പോവാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രി കാറിലേക്ക് കയറുന്നു. അദ്ദേഹവും വന്നു കയറി. മനുഷ്യപ്പറ്റുള്ളവരാരെങ്കിലും പറയൂ, നിങ്ങൾ കാറിൽ കയറാൻ പാടില്ല, നിങ്ങൾ നടന്നു വന്നോളാം, അങ്ങനെ പറയൂ ഈ പ്രായത്തിലുള്ള ഒരാളോട്? ആരും, മനുഷ്യരായി പിറന്നവരാരും അങ്ങനെ പറയില്ല. അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേരിൽ കണ്ടു, ചിരിച്ചു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ഒരു വേദിയിൽ അടുത്ത കസേരയിലിരുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയവും നിലപാടും സമീപനവും ഒക്കെ മാറിപ്പോവൂ. ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇത്തരത്തിലുള്ള 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും തർക്കന്യായമായി ഉന്നയിക്കാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വലിപ്പം ഓരോ ദിവസവും സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹത്തെ സമുദായ സംഘടനകളെ കുറിച്ച്, അതിന്റെ നേതൃത്വത്തെ കുറിച്ച്, തങ്ങളുടെ ഭജന സംഘത്തെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി വിടുവായത്തരം പ്രസംഗിച്ച് ആ പ്രസംഗത്തിന്റെ മാറ്റൊലി നിലയ്ക്കുന്നതിന് മുൻപ് കേരളത്തിലെ പ്രബലമായ ഒരു സമുദായ സംഘടനയുടെ നേതാവ് പറയുന്നു, എൻ്റെ വീട്ടിൽ 1.5 മണിക്കൂർ എൻ്റെ തിണ്ണ് നിരങ്ങി എന്നാണ് പറഞ്ഞല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. ഇത് രണ്ടും കൂടി ചെയ്യാൻ പാടുണ്ടോ? ഒന്നുകിൽ
ഉറച്ച നിലപാട് സ്വീകരിച്ച് അടിയുറച്ച് നിൽക്കണം. അല്ലേ പിന്നെ ഈ പണിക്ക് പോകരുത്. പച്ച കള്ളം പറയാൻ മടിയില്ലാത്ത ഒരാൾ കേരള രാഷ്ട്രീയത്തെ ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത്? ഔദ്യോഗിക വാഹനം ഒഴിവാക്കി രഹസ്യമായി മറ്റൊരു മത നേതൃത്വത്തെ കാണാൻ വേണ്ടി പോകുന്നു. വാർത്താലേഖകർ ചോദിച്ചാൽ പറയണം എന്റെ വണ്ടി കേടായി പോയി എന്നാണ്. അപ്പൊ പിന്നെ എന്തിനാണ് എസ്കോർട്ട് ഒഴിവാക്കിയത്? ആ വണ്ടിയും കേടായോ? നാളെ ചിലപ്പോൾ അതും പറയും എന്റെ വണ്ടി കേടായ ഉടനെ പോലീസ് പാർട്ടിയുടെ വണ്ടിയും കേടായി, അപ്പൊ പിന്നെ രക്ഷയില്ല. അങ്ങനെ പറയൂ. ആരെയാണ് ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? എല്ലാത്തരം വർഗീയതയെയും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ രണ്ടാമത്തെ സംഘചാലകായ സർസംഘചാലകായ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ വർഗീയവാദി MS ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷം അദ്ദേഹത്തിന്റെ ചിത്രത്തിന് താഴെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ഗോൾവാൾക്കറെ കുറിച്ച് സ്തുതിഗീതം പ്രസംഗിച്ച് RSSന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ച ശേഷം ഈ വിമർശനം ഉയർന്നു വരുമ്പോ ഇതുവരെയും ഇന്നലെയും അദ്ദേഹം പറയാണ് ഞാൻ ഒരു പുസ്തക പ്രകാശനത്തിന് പോയിന്ന്. അതല്ലല്ലോ ചോദിച്ചത്. ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ അപ്പുതായെന്നാണോ കേൾക്കുന്നത്? നിങ്ങളുടെ പുസ്തക പ്രകാശനത്തിന് പോയ കാര്യമല്ല ചോദിക്കുന്നത്, അത് വേറെ. പി പരമേശ്വരന്റെ പുസ്തക പ്രകാശനത്തിന് പോയി, അത് വേറെ. ഇത് ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ RSSന്റെ കേരള നേതൃത്വം ആലോചിച്ചുറപ്പിച്ച് ക്ഷണിച്ചത് VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെയാണ്. ആ ക്ഷണം നിങ്ങൾ സ്വീകരിച്ചു. ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് താഴെ വെച്ച നിലവിളക്ക് നിങ്ങൾ കൊളുത്തി. ഗോൾവാൾക്കറെ കുറിച്ച് വാദോരാതെ നിങ്ങൾ പുകഴ്ത്തി പ്രസംഗിച്ചു. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പുസ്തക പ്രകാശനത്തിന് പോയി എന്ന് പറഞ്ഞാൽ മതിയോ? ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ആസൂത്രിതമായി കള്ളം പറഞ്ഞ് ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കം. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് വിലയിട്ടത് കുന്ദൻ ചന്ദ്രാവത്ത് എന്ന് പറയുന്ന RSSന്റെ നേതാവാണ്. ഉജ്ജയിനിയിലെ പൊതുപരിപാടിയിൽ ലോകസഭാംഗങ്ങളായ BJP നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ തല അറുത്തെടുത്ത് കൊണ്ടുവന്നാൽ 1 കോടി രൂപ ഇനാം തരാം എന്ന പരസ്യ പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവിന്റെ തലയെടുത്താൽ 100 രൂപ തരാം എന്ന് ഏതെങ്കിലും RSSകാരൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതെന്താ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വിലയില്ലാതെ പോയി? മറ്റൊന്നു കൊണ്ടുമല്ല, ആ തല RSSനെ അലോസരപ്പെടുത്തുന്നില്ല. RSSന് ഇഷ്ടപ്പെട്ട വ്യക്തിത്വമാണ്. അങ്ങനെ ആരെങ്കിലും തലയെടുത്താൽ ഗോൾവാൾക്കറുടെ അടുത്ത ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേറെ ആളെ തിരയേണ്ടി വരും. അതുകൊണ്ട് RSSൽ നിന്ന് ഒരു ഭീഷണിയും പ്രതിപക്ഷ നേതാവിന് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. RSSന്റെ വർഗീയതയ്ക്കെതിരെ ജീവൻ കൊടുത്ത് പോരാടിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഏതെങ്കിലും ഖതറിട്ട ഒരാളുടെ നഖത്തിനൊരു പോറൽ RSSന്റെ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല. RSSനെതിരെ പൊരുതി ജീവൻ ബലിയർപ്പിച്ച ധീര രക്തസാക്ഷികളുടെ മഹാപൈതൃകമാണ് CPIM പ്രതിനിധാനം ചെയ്യുന്നത്. അതോടൊപ്പം എല്ലാ വർഗീയതയെയും എതിർക്കും. ഏത് രൂപഭാവങ്ങളിൽ വർഗീയത പ്രത്യക്ഷപ്പെട്ടാലും അതിനോടെല്ലാം സന്ധിയില്ലാതെ പോരാടും. അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും വേണ്ടില്ല, SDP ആയാലും വേണ്ടില്ല, ഇനി പിറക്കാനിരിക്കുന്ന വർഗീയതയായാലും വേണ്ടില്ല. എന്നാൽ എല്ലാത്തരം വർഗീയതയോടും സന്ധി ചെയ്ത് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നും RSS ആചാര്യന്റെ ജന്മശതാബ്ദിക്ക് വിളക്ക് കൊളുത്താൻ പോയും RSSനെ കൂട്ടിപ്പിടിച്ചും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി സന്ധി ചെയ്തും കേരളത്തെ കുട്ടിച്ചോറാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജാഗ്രതയോടെ പ്രതിരോധിക്കാൻ മലയാളികൾ ഒന്നടങ്കം രംഗത്തിറങ്ങേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളം ഇന്ന് ആർജിച്ച നേട്ടങ്ങളും കേരളം ഇന്ന് എല്ലാവർക്കും ഉറപ്പു നൽകുന്ന സമാധാന ജീവിതവും താറുമാറാക്കാൻ ശ്രമിക്കുന്ന ഈ വലതുപക്ഷ വർഗീയ ശക്തികളെ പ്രതിരോധിക്കാനുള്ള ഇടതുപക്ഷ സമരങ്ങൾക്ക് അനശ്വരനായ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ നേതാവ് സഖാവ്
ഈ ബാലാനന്ദന്റെയും അനശ്വര രക്തസാക്ഷി അബ്ദുൾ റസാഖിന്റെയും ഓർമ്മകൾ കരുത്തു പകരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടു സഖാക്കളുടെയും ഓർമ്മകൾക്ക് മുൻപിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.